അല്ല മല്ലിപ്പൊടി മുളക് പൊടി മില്ലില് ഞാൻ പറഞ്ഞില്ല ഒന്നും വാങ്ങൂല. വാങ്ങാൻ പോയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇമ്മാനോട് സ്കൂട്ടി അടിച്ചാനോ ഇപ്പ ഞാൻ വിചാരിച്ച എന്നോട് പഠിച്ചാനാണോ എന്ന്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങള് കുട്ടീനായിട്ട് മരുന്നിന് നോക്കുക അല്ലേ? എന്നും മരുന്നിന് നോക്കന്നെ പണി. 2026 തുടങ്ങിയ അന്നേ മരുന്നിന് നോക്കാം. 1-ാം തീയതി തുടങ്ങിയതാട്ടോ. അപ്പോൾ ഇപ്പോഴും കുട്ടിക്ക് പനി കഫക്കെട്ട് അതിന് ചെറിയൊരു കുറവില്ലായ്മ ഉണ്ട്. അപ്പോൾ അത് കാട്ടാൻ പോവുകയാണ്. ഇപ്പോൾ അവിടെ നാസ് ഡോക്ടറെ കാട്ടില്ല, നിലമ്പൂര്. ഡോക്ടറാണ് കുട്ടീൻ്റെ മഞ്ഞക്കൊക്കെ ഒരു ഗുളിക നിന്നാണ്ട് പറ്റ മാറിയിട്ടോ. ഒരു ഗുളികയുള്ളൂ, ₹1 വിലയുള്ള ഗുളിക മഞ്ഞക്ക്. ഏറനാട് പോയിങ്ങാണ്ട് NICUവിൽ ഒരു ദിവസം കടന്ന് ഫുള്ളായി കടന്നിട്ട് അപ്പോൾ കുറച്ചാണ് കുറഞ്ഞു എന്നല്ലാതെ പിന്നെ അതേപോലെ കൂടി, നല്ലോണം കൂടിയിനി. കണ്ണിലൊക്കെ മഞ്ഞുണ്ടായിനി. ഇപ്പം ആ മഞ്ഞൊക്കെ പറ്റ പോയി. ആ ഒരു ഗുളികമ്മേ പോയത് 4 ദിവസത്തെ ഗുളിക. ഒരു ഗുളിക 4 പൊട്ട. 4 പൊട്ടാക്കും ഒരു ഗുളിക. എന്നിട്ട് രാത്രി ഓരോന്നും ഇങ്ങനെ അലിയിച്ച് കൊടുക്കുക. അപ്പം അത് പറ്റ മാറി. ഏതായാലും കഫക്കെട്ടും പനിക്കും വലിയ കുറവില്ല. അപ്പം അതിന് പോയി വെക്കുകയാണ്. പോകില്ലെന്നാ ചെക്കോടെ മാറ്റി നിൽക്കുകയാണ്. ചങ്ങായി പോരെങ്ങനെ കൊണ്ടുപോകണം. പിന്നെന്തൊക്കെ ഇന്ന് പണി ലീവാക്കിയില്ലേ? എന്തേ മകൾ പോകാട്ടില്ലേ? എവിടെ? ഒക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് പോക. അപ്പൊ വിളിച്ചീനി. അപ്പൊ ഞാന് ഡോക്ടർ കാര്യങ്ങൾ മറക്കാക്കാൻ വേണ്ടിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊറേ കാര്യങ്ങൾ ചോദിച്ചാണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മറക്കാക്കാൻ വേണ്ടി എഴുതി വെച്ചിക്കണേ. നോട്ടിക്ക് മാതിരി എഴുതി വെച്ചിക്കണേ. ഡോക്ടർ മുന്നേ ചോദിച്ചാൽ പറ്റുമല്ലോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഒക്കത്തിനുള്ള മറുപടി കിട്ടണം. ഇനിയിപ്പോഴൊന്നും പോകൂലല്ലോ. അതുകൊണ്ട് പിന്നെ ഓന് 45-ാമത്തെ ദിവസത്തെ ഒരു ഇതുണ്ട്, സൂചിയെ കുത്തിയിട്ടില്ല. അതിനെന്താ പറയാ? 45-ാമത്തെ ദിവസത്തെ സൂചിക്ക് പോളിയോ ആണ്. അത് കുത്തിയിട്ടില്ല. അപ്പൊ വരും പനിയും കാര്യങ്ങളൊക്കെ ഇനി അതങ്ങനെ വൈകിക്കണം. അപ്പൊ അത് വൈകാൻ പറ്റൂല എന്നൊക്കെ ഡോക്ടറോട് ചോദിച്ചണം. പോവാ മാറ്റിക്കാൻ പറഞ്ഞിട്ട് കുറേ നേരമായിരിക്കണം കേട്ടോ. മാറ്റിയോ ചോദിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെ മാറ്റൽ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി വന്നു. കുറച്ചേരം വന്നിട്ട് അപ്പൊ മരുന്നും കാര്യമൊക്കെ കിട്ടിക്കണ്. ഞങ്ങള് പോയപ്പോ തുടങ്ങിയ പണി ഇനി ഇവിടെ നോൽമ്പ് പണി എടുക്കല് കണ്ട. അവിടെ പാത്രം കുടിച്ച് നിക്കണ് എല്ലാം വലിച്ചിട്ടിനൊക്കെ ഇപ്പൊ അതിന്റെ മേലെ ആക്കി വെച്ചിക്കണ് കേട്ടോ. കഴിഞ്ഞമ്മ പണി എന്നിട്ട് കഴിഞ്ഞോണ്ട് നിക്കണല്ലേ? അടുക്കി പൊറുക്കി കെക്കി വെച്ചല്ലേ? ഇപ്പൊ കഴിഞ്ഞു. ഇങ്ങനെ തട്ടുണ്ടാക്കിയോണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ അതിന്റെ മേലെ വെക്കാൻ പറ്റി. ഇനി ജനാലും വാതില് തോത്തണം, തിരുമ്പണം, ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ട് തിരുമ്പണം അല്ലേ? ഞാൻ നോൽമ്പ് പണി എടുക്കണോണ്ടോ എല്ലാ പേരാളും ഒരു വൃത്തി ഉണ്ടാവും. ഇടക്കൊക്കെ തട്ടി വൃത്തിയുണ്ട് അല്ലേ? നമ്മളിന്നാള് ജനാലും ഇതൊക്കെ തുടച്ചിന്, റിദൂനും കൊണ്ടൊക്കെ തുടപ്പിച്ചില്ലേ? അപ്പൊ അത് പിന്നെയും ചളിയൊക്കെ ഇരിക്കണം. ഇപ്പൊ തുടച്ചിട്ടും കാര്യമില്ല. പൊടിയാള് നല്ലോണം ഉണ്ടാകും. ഒഴിവാക്കാലൊക്കെ ഉണ്ടേനിയോ? ഒഴിവാക്കിയോ? ഇതാരാട്ടി പാത്ര? ഇതൊക്കെ ആരെ പാത്ര? സിനുവിന്റെ ചോറ്റും പാത്രാണ്. ഷെഫീഖിന്റെ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. ഇതേപോലെ പാത്രം ഇല്ലെങ്കിൽ നല്ല എളുപ്പമാണ്. ഇതൊന്നും മോറണ്ടാന്ന്. ഇതൊക്കെ ശരിയാക്കിയമ്മ. ഇതേപോലെ പൊടിയാൾ ഇട്ടതും പഞ്ചസാര ഉപ്പിട്ട പാത്രമൊക്കെ നമ്മള് ഒഴിവാക്കി കേക്ക് തുടച്ച് വെക്കണം. ഇതൊക്കെ മോറാനാട്ടോ. കൊറേ നേരം തുടങ്ങിയിട്ട് ഞങ്ങള് പോയപ്പോ തുടങ്ങിയതുവരെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും കാട്ടിയിട്ടില്ല. ഇതേതാ പാത്രം നല്ല രസമുണ്ടല്ലോ. അത് നമ്മക്ക് പൂമോളെ കണ്ടെത്തണം. ഓലെന്നതാ സ്വർണ്ണക്കടക്കാരോ? ഇതിനിടയില് കുട്ടികള് സ്കൂളിട്ട് വന്നു. ഇപ്പൊ ചെറിയ വത്തക്ക പൊട്ടുണ്ടേനി. അതാണെങ്കിലൊക്കെ ഓലെന്നെ തിന്ന. ആരുടെ വത്തക്ക ഫുള്ള് തിന്നത്? ഞാൻ നോക്കിയപ്പോ എന്റെ വത്തക്ക കുയ്യാക്കി വെച്ചിക്ക. അതിലൊന്നുമില്ല.
അത് ഞാൻ എന്ത് കാട്ടിയറിയോ, കൊറേ പച്ചവെള്ളം പറഞ്ഞൊരു വെള്ളാണ്ട് ഉണ്ടാക്കി. അപ്പൊ എല്ലാവർക്കും കുടിച്ചാ അല്ലേ, രസല്ലേ? ഏതായാലും കുഴങ്ങി വരില്ലേക്കാരം. അപ്പൊ നല്ല തണുത്ത വെള്ളാക്കി അപ്പാക്ക് ഗ്ലാസ് കൊടുക്കും. ആ എന്താ വെള്ളത്തിന്റെ ഇത്, കൊറച്ച് കഷ്ണോ കിട്ടിക്കണോ എനക്ക പപ്പാക്ക് വേണ്ട. ഇത് പപ്പാക്കുന്നോട്ട് കേട്ടോ. വന്നപ്പോ പട്ടികളെ കണ്ടിന്യോ? ഇവിടെ കുട്ടികളും അതിന്റെ അമ്മി എല്ലാരും ഉണ്ട്. ആ നോക്കി വരുന്നേ, അതിനോട് കളിച്ചാ നിക്കരുത് കേട്ടോ, പിന്നാലെ കൂടൂട്ടോ. നേരം വൈകിന് പോയപ്പോ ഇല്ലല്ലോ. എന്താണ് തരമേ കായോ ഈ കാട്ടിൽ കൂടെ വന്നിട്ടാ? ഇതില് വന്നിട്ടാ? ഇതിലല്ലേ? ഇല്ല. സാധനം വാങ്ങാൻ പോകണ്ടകള്? ഇന്ന് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒക്കെ നിരത്തിട്ടിരിക്കണം. വീതമ്മ കൂടെ ആകെ പാത്രങ്ങളാണ്. ക്ലാസ്സുമ്മ കൊറേ മേലെ കൂടെ വെച്ചു, കൊറേ അടി കൂടെ വെച്ചു. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. ആ സ്വർണ്ണക്കിണ്ടി ഇതാരോടുന്ന മാപ്പ ഓടുന്നതല്ലേ? കള്ളന്മാര് കൊണ്ടുപോവോ ഈ കിണ്ടിയേ? ഇത് സ്വർണ്ണത്തളിക, സ്വർണ്ണല്ല. അല്ല ആദ്യമൊക്കെ ഞങ്ങൾ വെള്ളം വെച്ചു, ഇപ്പൊ വെള്ളം വെക്കലൊന്നുമില്ല. ആ കപ്പ് കൊടുന്നതാട്ടോ. എന്തൊക്കെ മീൻടാ പ്രസവിച്ചോ? ഏത് ഗപ്പിയോ? എന്നും പ്രസവിച്ചിന പണി തന്നെ മീനാക്ക്. നോക്ക് ഗപ്പി കുട്ടികള്. ഇതെന്ത് ഗപ്പിയടാ? നല്ല ചൊറുക്കിട്ട്. അത് വേറെ മിക്സ്ഡ് അല്ല, കറുത്ത കളറില്ലേ? വലിയൊരു മൊജ്ജുണ്ട് ഓന്. ഇല്ല തോട്ടത്തിൽ പോയിട്ട് എല്ലാം ഒന്നിതില് ഞാൻ ടാങ്കിലും ഉണ്ട് വലിയ. ഇതില് ഗപ്പികളാട്ടോ, നിറച്ച് ഗപ്പികളാണ്. പ്രസവിച്ചാനാവണീറ്റാളെ ഇതിക്ക് മാറ്റും. പ്രസവം കഴിഞ്ഞാല് അയക്ക് വിട്ടേക്കും അല്ലേ? ഇനി കുട്ടികളെ അയക്കാൻ പറ്റിയ തള്ളനയക്ക് മാറ്റിയ ഇനി പുറത്തൂല്ലേ മീനുകള്? അതിലേതൊക്കെ മീനാ? കുട്ടി കാര്യണ്ട് കേട്ടാ. ഞാൻ ഉണ്ടാക്കിയ വത്തക്കോള ലേസം ബാക്കിയുണ്ട്. ഇതാ പിടിച്ചോളിട്ടോ, ശരിക്കും പിടിച്ചോളി. അപ്പൊ വെള്ളം നടക്കണൊക്കെ ഉണ്ട്, ചെറുതായിട്ട് അകത്തു കൂടെ മൂത്രയിച്ചാനും ഇതൊക്കെ നടക്കണൊക്കെ ഉണ്ടല്ലപ്പാ. ഇപ്പൊ കൊറേ കുറവുണ്ട്. ആ വീച്ചേന്റെ ഇത് കേട്ടോ, കൊറേ കുറവുണ്ട്. ഇജ്ജ് പോണ്ട പീടിയേക്ക്? പൊയ്ക്കോ, മുട്ടായി തരുക ചിമ്മ. അതിനല്ലേ പോണ്? ഞാൻ കുട്ടിന്റെ കണ്ണെയ്താ വെച്ചാണ് ആ തീപ്പെട്ടിക്കൊള്ളിയേ. ഏ വണ്ടി? ഓ സ്കൂട്ടി പഠിച്ചാനോ? സാറായി. കുറച്ചുകൂടി ആവട്ടെ. ഉമ്മാക്കോ? ഉമ്മാനോട് സ്കൂട്ടി പഠിച്ചാനോ ഇപ്പ? ഞാൻ വിചാരിച്ച എന്നോട് പഠിച്ചാനാണോ എന്ന്. പണിയൊന്നുമില്ലല്ലോ. ഓൻ കൊറേ ഞാൻ ഓട്ടുമ്പോ ഇങ്ങനെ ഓനും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഓൻ ഓട്ടണം പറഞ്ഞാണ്ട് ഞാൻ അയക്കലില്ല. അങ്ങനെ ആവുമ്പോ പഠിച്ചാ മതി. അനുരണ്ടില്ലേ ഫസലിനെ ഓന്റെ വണ്ടി ഞാൻ അരസ് നിർത്തും. അങ്ങനെ ഓന് കൈ വിട്ടു ഞാൻ അങ്ങനെ ഓട്ടി തിരിച്ചലൊക്കെ ഞാൻ. ഓൻ തരലുണ്ടോ? ഇതൊക്കെ പഠിച്ചാതാ അറിയുമ്പോത്തിനാകും. പിന്നെ എന്നോട് വണ്ടിമെന്ന് ഇറങ്ങാൻ പറയേണ്ടി വരും. അനക്കോ
എനിക്ക് സ്കൂട്ടി പഠിച്ചാണോ? ഇജ്ജ് പോവില്ലേ അശ്വിമാന്റെ ഒപ്പം? എന്നാ കുളിച്ചോ. എന്തൊക്കെ അമ്മ സാധനം വേണ്ടിയത്? സാധനം കൊറേ വേണോ? എന്ത് അതെങ്ങനെ? എന്ത് കണക്ക്? 200 എന്ന 500 തരുന്ന കണക്ക് ഞാൻ പറഞ്ഞോ? ഞാൻ വെറുതെ പറഞ്ഞ ഉമ്മച്ചി 200 നിക്കണോ 500 കൊടുക്കണോല്ലേ? നീ അയ്യ കൊടുത്ത കണക്കാമ്മ? എന്ത് കണക്കാണ്? ഉണ്ടാവിക്കാരാ? ഞാൻ 500 കൊടുക്കാം. ഞാൻ 300 കൊടുക്കാണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 200 തന്നാല് ഞാൻ ബാക്കി 300 തരാം. അല്ല 500 തരാറിന്. ഇപ്പൊ 500 കൊടുക്കട്ടെ. ആളുണ്ടായോണ്ട് അമ്മ സാധനം എളുപ്പം കജ്ജുണ്ടല്ലേ? ശരിയാ. നമ്മളിവിടെ ഒരു കട ഉണ്ട്. ആ കട ഇപ്പല്ല. ആ കട അവിടുത്തെ കാക്ക ചേട്ടനെന്തോ സുഖമില്ലായ്മയാണ്. അരിപ്പൊടി അരിപ്പൊടി വാങ്ങ. അരി പൊടിച്ചില്ലേ? ഇതൊക്കെ അടി ഉണ്ടാക്കാണ്ടാവില്ല. 500 പോയി. മക്കൾക്ക് നല്ല ഇത് വേണ്ടി വരുമല്ലോ. മക്കൾക്ക് സുൽത്താൻമണിക്കല്ല അവിടെ കട. സുൽത്താൻമണിക്കൊക്കെ പിന്നെ പോകാം. മല്ലിപ്പൊടി മുളക് പൊടി വാങ്ങണം. നോമ്പാ വരുന്നത് വില കൂടും. ചായക്കടി വാങ്ങാന് കുട്ടിയെ കൊണ്ടില്ലേ? കുട്ടികൾക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? ഒക്കെ ഒറ്റടിക്ക് തിന്നല്ലേ. എവിടെ കുട്ടികൾ മണ്ടിയോ? ഉമ്മാന്റെ ചെരുപ്പ് കൂട്ടിട്ട് ഇന്റെ ചെരുപ്പ് ഇടുക കേട്ടോ. അയ്യാ ഒന്നും കാണില്ല. ഞാൻ ആരാ കാണാൻ? എല്ലാരും കണ്ടിക്കണേ. നോമ്പ് പണി കഴിഞ്ഞ് റെസ്റ്റ് ഇല്ലാതെ ഇനി പീടിക്കും പോകുകയാണ്. ആ ആ നിങ്ങൾ എഴുതാതെ പോയിട്ട് യാതൊരു കാര്യമല്ല. ഒന്നും കൊണ്ടുവരൂല. നിങ്ങള് സെബീഖിന്റെ അതിരിയാ വെറുതെ പോയി പോരേക്കാരം. ഇവിടെ എത്തുമ്പോഴാണ് അത് വാങ്ങിയില്ല അറിയാം. അത് പറയില്ല. അവിടെ പോയിട്ട് അവിടെ കാണുന്നത് വാങ്ങും. എന്നിട്ട് ഇവിടെ എത്തിയാ പറയും അത് വാങ്ങിയില്ല പറയാല്ലേ എല്ലാരോടും. എന്തിന് പ്രാർത്ഥിച്ചീനില്ലേ? ഇപ്പൊ കൊറേ ശരിയായില്ലേ? കണ്ണും വീച്ചും ശരിയാകണേ. കൊറച്ചൊരു മാറ്റല്ലേ വന്നിട്ടുള്ളൂ. ഇപ്പൊ എന്താ വെച്ചപ്പോ പറഞ്ഞാ കേക്കൂല. നീച്ചുമ്പോ വിളിച്ചൂല. ഇപ്പൊ ഒന്ന് നടക്കാൻ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പറയാതെ നീച്ച, പറയാതെ മൂത്രം ഒഴിക്കാൻ പോവുക ഒക്കെയാണ്. ഉമ്മാനെ കാത്തിക്കൂല. ഉമ്മ പണിയില് ഒറ്റ അവിടെ നിക്കി അറിഞ്ഞങ്ങൾ അവിടെ നിക്കൂല. അപ്പോ നീച്ച് പായ. അങ്ങനെ നീച്ച് പാഞ്ഞിട്ടാണ് വീണത്. അപ്പൊ കൊറച്ചേരം കുത്തിരിക്കുക. ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് ഈ കാലം പറഞ്ഞാ കേക്കൂല. അപ്പൊ നല്ല വടിന്റെ ആവശ്യം ഉണ്ടല്ലോ. അപ്പ വടിന്റെ ആവശ്യമുണ്ട് നിങ്ങക്ക്. പറഞ്ഞാ കേക്കാത്തീന്. കണ്ണ് അത് കൊറേ ഇത് തുടങ്ങിക്കണ നിങ്ങൾക്കേ ഒരു കണ്ണ് അങ്ങോട്ട് നീങ്ങി പോണ മാതിരി. കാഴ്ചയൊക്കെ ഉണ്ടല്ലേ? പക്ഷെ കണ്ണിന് കാണായി ഒന്നുമില്ല. അപ്പൊ എല്ലാം കാണും. കണ്ണൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ മാതിരി. ആ ശരിയാവുമ്പോ എല്ലാം ഒറ്റക്ക് ശരിയാവും ഇൻഷാ അല്ലാ. അതെന്താ മസാജ് ചെയ്യേ കണ്ണിന്റെ അടി? വ്യായാമൊക്കെ ചെയ്യണ്ട. അതുകൊണ്ട് ഇക്കാരപ്പൊ ഒന്ന് മീഷോന്നൊരു എക്സസൈസ് ചെയ്യുന്ന സാധനം വാങ്ങീനി. അത് എപ്പോഴും ഓരോന്ന് കാട്ടിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇക്കാരപ്പൊ നടക്കാനും കൈയും കാലൊക്കെ ഒന്ന് അളകി ഇതായത് ഇല്ലപ്പാ. കുട്ടി അതുണ്ട്. ചെല്ലി ഞാൻ പോണോന്നിപ്പ. ഈ പ്രായത്തിലാണ് ആദൂനെ അടുത്ത് നിങ്ങൾ ഒന്ന് വീണത്. ഓർമ്മ ഉണ്ട് നിങ്ങക്ക്?
ഇപ്പൊ ബോധമില്ലാതെ കടന്ന് അതും അപ്പുറത്ത് വീണ് കടന്ന് അങ്ങനെ കഴിച്ചിലായി കിട്ടിയത്. സാധനം വാങ്ങിക്കൊടുന്നാ കിട്ടിയോ? എന്തൊക്കെ ഒക്കെ തിന്നാലെ ബേക്കറികളോ വാങ്ങിക്കണ്? പൊടിച്ചണ്ട എവിടെ? അല്ല മല്ലിപ്പൊടി മുളക് പൊടി മില്ലില് ഞാൻ പറഞ്ഞില്ല ഒന്നും വാങ്ങൂല. വാങ്ങാൻ പോയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഓർമ്മ വന്നത് ഓലേറ്റ് പോയ അങ്ങനെ തന്നെയാണ്. നിങ്ങളല്ലാതെ രണ്ടാരെയും വിളിച്ചു പോകുമോ? എന്താ ചേച്ചിയാ പാക്കൊടുക്ക് കാര്യായിട്ട് പോൽക്ക് തിന്നാല് സാധനമാണല്ലോ വാങ്ങിക്കണ്. മുതലാക്കിക്കണല്ലോ നിങ്ങളെ. മറ്റോന് പൂളപ്പൊരി മതി. ഈ റസ്ക് നല്ല രസാട്ടോ. ഇത് തിന്നിക്കണ നിങ്ങള്? നല്ല രസാ. ചായന്റെ ഒപ്പം പാൽ ചായന്റെ ഒപ്പം ആണെങ്കിൽ നല്ല രസാ തിന്നാൻ. നല്ല 80യോ? നല്ല വില ഉണ്ട്. നല്ല രസാ തിന്നാൻ. ഇതെത്ര ആണേലും തിന്നാൻ നല്ല ടേസ്റ്റ്. ബിസ്ക്കറ്റ് മിച്ചർ ചിപ്സ് തുറന്നാലും അധികം പൈസ ഒന്നുമില്ല. ബാക്കി 1500 കൊണ്ടിട്ട് ഇതാപ്പൊ 1000 റുപ്യന്റെ സാധനം. അപ്പൊ ഇത് മുട്ടയും തേങ്ങയും വാങ്ങി നിങ്ങള്? പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടോ? വെളുത്തുള്ളി ഉണ്ടാവും അടിയില്. അച്ചാറ് ഇതെന്താ പൊട്ടിക്കണല്ലോ? റവ ഇവിടെ ഓട്ടം ഉണ്ട് മാ പോണ്ട്. മില്ല് തുറന്നിട്ടില്ലല്ലോ. മില്ല് തുറന്നിട്ടില്ല. അവിടെ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് തക്കാരാണ്. നടന്നു കഴിഞ്ഞില്ലേ? നിങ്ങൾ കഴിഞ്ഞൂല. യൂട്യൂബ് ആണോ അല്ലേ? എന്താ പറഞ്ഞേ? കുട്ടി പോയാലോ ഒക്കെ എടുത്ത് പാത്തച്ചളി ഒക്കെ എന്നിരുന്ന് തിന്നയിച്ചു. കഞ്ഞിയും ചോറന്നല്ല ഓൾക്ക് ആവശ്യം. ബേക്കറിയാണ്. ഇതാരിയായിട്ടല്ലേ മണ്ടാക്ക? അരിയും കുട്ടികളുണ്ട്. മറ്റോന് അത് മതിയാകും. പിന്നെ 10 റുപ്യയുടെ ഒരു വേറൊന്നും മതിയാകും. പറഞ്ഞ് ലാസ്റ്റ് ഒക്കെ വാങ്ങില്ലേ? സാധനമൊക്കെ നുള്ളി പൊറിക്കാണ്ട് അല്ല എടുത്ത് വെക്കുമ്പോ നുള്ളി പൊറുക്കാട്ടെ. എന്തൊക്കെയാ നുള്ളി പൊറുക്കുണ്ട്. പൈസ ഇറക്കണില്ല സാധനമല്ല. എന്താ വില ഇപ്പഴൊന്നൊക്കെ പറയണം അമ്മ. എന്താ ചെജ്ജല്ലേ? ജീവിച്ചു പോണെങ്കി നല്ല പാടാണ്. തിന്നണ്ടേ? ഉള്ളിക്കോട്ടൊക്കെ കേക്ക് നല്ല പേപ്പറൊക്കെ വിരിച്ച് 2 കൊട്ടി ശരിയാക്കി. 2 സാധനല്ലല്ലോ അമ്മ? ഇടയ്ക്കല തന്നെ പോണ്ടിരുന്നു സാധനം കിട്ടാൻ. നമ്മള് മീൻ അങ്ങാടി ഇടയ്ക്കിരുന്നാണ് പച്ചക്കറി സാധനം കൊണ്ടുവരല്. 3 കിലോ 100 അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അങ്ങനെ പച്ചമുളകും വെളുത്തുള്ളി മുട്ട തക്കാളി ഇഞ്ചി അതാ പൊറക്കിയാ കിട്ടും. ചാടിയാ പൊരിച്ചണ എന്താ? ആകെ 2-3 ഉണ്ട്. നമ്മള് ഇഞ്ചി കുഴിച്ചിട്ടില്ലേ നമ്മളെ മുറ്റത്ത്? അത് നല്ലോല്ലേനിയോ? ഒക്കെ പോയപ്പോ ഒന്നുകൂടി കുഴിച്ചിട്ടാ മതിയേ. ഇനി പണി നാളെ എടുക്കല്ലേ? ഞാൻ കുട്ടികളൊക്കെ കണ്ടാണുള്ളത്. ഇങ്ങനെ കഴിച്ച് അതൊക്കെ കൂപ്പായില്ല.
ഇവിടെയൊക്കെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളവിടെ ടൈൽസ് ഇടണല്ലേ? ഈ അടുക്കണ്ട ഇത് തേച്ച് ടൈൽസ് കഴിഞ്ഞ് പൈസയും വേണ്ടേ? അപ്പൊ അങ്ങനെ നിന്നാണ്. ഇത് ടൈൽസ് ഇടും വേണം, ആ ഭാഗം അവിടെ പൂട്ടും വേണം. കൂട്ടിയിട്ട് സിങ്ക് വെച്ചിട്ടുള്ള കാര്യം. സിങ്കും വെച്ചിട്ടില്ല. പൈപ്പ് ഇടണം. എന്നാ പിന്നെ ആ പൈപ്പ് നോക്കാൻ കുടിക്കാൻ മതി. ആ കുഞ്ചിക്കല്ലെ പൈപ്പോളൂ. കുയ്യ എവിടെയാ? കുയ്ക്കന്നെ അതിന് അവിടുന്ന് കണക്ട് കൊടുത്താൽ എന്നെ എടുത്താ ഓമുണ്ടാക്കും. എല്ലാരും പറയുന്നുണ്ട് കുട്ടീനെടുക്ക്, കുട്ടി കരീണാക്കണ്. ഓൾക്ക് അറിയില്ലല്ലോ പിന്നെ എപ്പോഴും ഇങ്ങനെ പോയി എടുത്തതാക്കി കരയാണ് കുട്ടിയെ. വെറുതെ കരയാണ് ആവശ്യമില്ലാതെ. ആളെടുക്കണം, എടുത്താ കുഴപ്പമില്ല. കളക്കുട്ടിയാണ്. കളക്കുട്ടനാണ്. ഇവിടെ ഉണ്ട് ആള്. ഞാനാണ് ചക്കടയാണ്.